അങ്ങേക്ക് വേണ്ടി വ്രതമനുഷ്ഠിച്ച് അങ്ങേ മാത്രം ധ്യാനിച്ച 1001 ദിവസം ഇന്ന് പൂർത്തിയാകുന്നു. ഇനിയും എന്നിൽ ദയ കാണിക്കില്ലേ? അങ്ങേക്ക് വേണ്ടി അർപ്പിക്കാൻ ഇനി ഒന്നേ ബാക്കിയുള്ളൂ, നരബലി. ബഷീർ, ഇവരെ വിട്ടയക്കൂ. നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിനക്കെന്തു വേണം? ഹിംറാദ്, സാറാത്ത് പർവ്വതത്തിലെ ഗുഹയിലെ മാന്ത്രിക വിളക്ക് എനിക്ക് സ്വന്തമാക്കണം. ആരാണ് എന്റെ അവകാശി? വിളക്കിന്റെ ഇപ്പോഴത്തെ അവകാശി അലാവുദ്ദീനാണ്. അലാവുദ്ദീൻ ആരാണവൻ? എവിടെയാണവൻ? അറേബ്യയിലെ ബാഗ്ദാദ് നഗരത്തിലെ തയ്യക്കാരൻ മുസ്തഫായുടെ മകനാണ് അലാവുദ്ദീൻ. അവിടുന്ന് എനിക്ക് അലാവുദ്ദീനെ കാണിച്ചു തരിക. ഇതാ നോക്കൂ. എടാ മോനെ, എടാ അലാവുദ്ദീനെ, സുബഹ് ബാങ്ക് കൊടുത്തിട്ട് നേരെ എത്രയാന്നറിയാമോ? നിന്നെ പോലുള്ള ചെറുപ്പക്കാർ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് മടങ്ങിയെത്തി. നീ മാത്രം കിടന്ന് ഇങ്ങനെ ഒരു ഉറക്കം. എഴുതാ, പഠിക്കാനോ പോവില്ല, പഠിച്ചോനെയും പേടിയില്ല. നീ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഒരു തുന്നക്കട ഉണ്ടായിരുന്നത് കടക്കാർ കൊണ്ടുപോയി. ഇപ്പൊ തുന്നക്കാരൻ മുസ്തഫാന്റെ മോൻ എന്ന പേര് മാത്രം ബാക്കിയുണ്ട്. നീ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവനായി പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കൂടാ? ഓ, വലിയ ശല്യമായില്ലേ ഉമ്മയുടെ കാര്യം. ഉമ്മ ഒന്ന് പോയിക്കേ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. അല്ല, എന്റെ മോന്റെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. ആ, ഏൽപ്പിച്ചല്ലോ, ഇനി അല്ല നോക്കിയോളും. ഉമ്മ പോയിക്കേ. നിന്നോട് ഞാൻ എന്ത് പറയാനാ? നിന്റെ ഇഷ്ടം പോലെ ജീവിക്കേ. ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. എന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ ഈ മോതിരം ഉരസിയാൽ മതി, അവിടെ ഞാൻ ഉണ്ടാകും. അടിയനൊരു സംശയം. നമ്മളെ എന്ന് വിളിച്ച അലാവുദ്ദീൻ നമ്മുടെ കൂടെ വരുമോ? എന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് തോന്നുന്നത് അലാവുദ്ദീനെ അവന്റെ ഉമ്മ നമ്മുടെ കൂടെ അയക്കില്ലെന്നാണ്. എന്തിനയക്കണം? നമ്മളാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മുടെ മക്കളെ അയക്കുമോ? അയക്കില്ല. ബഷീർ, നീ പുറത്തു പോകൂ. ഹുസൂർ, ഞാൻ നിങ്ങളുടെ അടിമ ഹിംറാദ്. ഹിംറാദ്, അലാവുദ്ദീനെ അപരിചിതനായ ഞാൻ ചെന്ന് വിളിച്ചാൽ അവൻ എന്റെ കൂടെ വരികയില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്ത് ചെയ്യണം? അലാവുദ്ദീന്റെ വാപ്പയുടെ അനുജൻ അബ്ദുള്ള, അയാൾ കപ്പലപകടത്തിൽ മരിച്ചു എന്നാണ് അലാവുദ്ദീന്റെ ഉമ്മയുടെ അറിവ്. അങ്ങ് അയാളുടെ വേഷത്തിൽ പോകുക. ശരി, ഹിംറാദിന് പോകാം. ബഷീർ, ബഷീർ. ഹുസൂർ, ഞാൻ അലാവുദ്ദീന്റെ ഇളയപ്പ അബ്ദുള്ളയാകുകയാണ്. നീ
എന്റെ ഭാര്യ. ഞാൻ ഭാര്യ. അലാവുദ്ദീന്റെ വീട് എവിടെ? നിങ്ങൾക്ക് ആരെ കാണണം? അലാവുദ്ദീനെ അവിടെ പഞ്ച പിടിക്കുന്നത്. യൂസഫ് 2 ദിനാർ. 5 ദിനാർ അലാവുദ്ദീൻ. അലാവുദ്ദീൻ 1 ദിനാർ. യൂസഫ് 5 ദിനാർ. അലാവുദ്ദീൻ അലാവുദ്ദീൻ അല്ലേ? അതെ മോനെ. നിങ്ങൾ ആരാ? നിനക്കെന്നെ മനസ്സിലാവില്ല. ഞാൻ നിന്റെ ഇളാപ്പയാണ്, നിന്റെ വാപ്പയുടെ അനുജൻ. അല്ലോ, നിങ്ങൾ മരിച്ചുപോയല്ലോ? ഇല്ല മോനെ, ഞാൻ മരിച്ചുപോയി എന്നാണ് എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. മരിച്ചുപോയില്ല അല്ലേ? ഇതാണ് നിന്റെ ഇളാമ്മ. വരവില്ലയാപ്പ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താടാ രാവിലെ ഇവിടെ ഇറങ്ങിയതല്ലേ? ഇതുവരെ എവിടെ തണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സമയം സന്ധ്യയായി. തെരുവിൽ കണ്ട പിള്ളേരുമായിട്ടോ വന്നു. ആര്? മരിച്ചുപോയി നിന്റെ ബാപ്പയോ? അല്ലോ, ബാപ്പയെ പറയല്ലോ ഉമ്മ. പിന്നെ ആരെയാടാ വന്നത്? എളാപ്പ വന്നു. എളാമ്മയുണ്ട്. എടാ, നിന്റെ ബാപ്പയെക്കാട്ട് മുമ്പേ നിന്റെ എളാപ്പ മരിച്ചില്ലേ? ഉമ്മ ഒന്നൊന്ന് നോക്കിക്കേ. ചേട്ടത്തിക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. അബ്ദുള്ള അല്ലേ? അതെ, ഇതാണ് എന്റെ ഭാര്യ സൈനബ.
സൈനബ, ഇതാണ് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, അലാവുദ്ദീന്റെ ഉമ്മ. ഇവനെ പ്രസവിച്ചു കിടന്നപ്പോഴല്ലേ അബ്ദുള്ള ഇവിടുന്ന് പോയത്? എവിടെയോ കച്ചവടത്തിന് പോയി കപ്പൽ മുങ്ങി മരിച്ചുപോയി എന്നാ കേട്ടത്. മരിച്ചില്ല. മരിച്ചോ? ഇല്ല, കപ്പൽ മുങ്ങിയത് ശരിയാണ്, പക്ഷെ ഞാൻ മരിച്ചില്ല. കപ്പൽ പൊളിഞ്ഞ് ബസ്രായിൽ അടിഞ്ഞു കയറി. ഇവളെ വിവാഹം കഴിച്ച് ഞാൻ അവിടെ കൂടി. ഇപ്പൊ എനിക്ക് അവിടെ നല്ല കച്ചവടമാ. എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ, എന്റെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഈയിടെ ഇവിടെ നിന്നും ബസ്രായിൽ വന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ജ്യേഷ്ഠൻ മരിച്ച വിവരം. ഉടനെ ഇവിടെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എല്ലാം അല്ലാഹുവിന്റെ വിധി. എനിക്ക് എന്റെ മോനെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. അബ്ദുള്ള, ഇനി ഞങ്ങൾക്ക് ആരുമില്ല അബ്ദുള്ള, ആരുമില്ല. ചേട്ടത്തിക്ക് ഞാനുണ്ട്. പിന്നെ പൊന്നുംകുളം പോലത്തെ ഈ മോനില്ലേ? അതെ. ചേട്ടത്തി കരയരുത്, കണ്ണു തുറക്കാറല്ല ഉമ്മ. സൈനബായിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എളാപ്പേരിക്ക് ഇതൊക്കെ സ്വർണ്ണമാണോ? ഇതോ? അതെ അതെ അതെ. എനിക്കും ഉമ്മയ്ക്കും ഇതുപോലെ ഒന്നുമില്ല. എല്ലാം ഞാൻ വാങ്ങിത്തരാം. ലാപ്പാക്ക് ഒരു സ്വൈരം കൊടുറാൻ മോനെ. സർബത്ത് കുടിക്കും. ആ മോൻ കുടിക്കും. അവന് ഞാൻ വേറെ കൊടുത്തോളാം. അവൻ കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കും. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ അത്താഴം ശരിയാക്കട്ടെ. അല്ലോ അങ്ങനെ വേദനിക്കണം ഉമ്മ. നാണമില്ലല്ലോ. അല്ലോ അലാവുദ്ദീൻ ഒറ്റക്കിട്ടിട്ട് ഓടിപ്പോന്നില്ലേ? ഉമ്മ. അലാവുദ്ദീൻ അതേപോലൊന്നും അല്ല. ഉമ്മ. അടി കൊണ്ടിട്ടുണ്ടെ കൊടുത്തിട്ടും ഉണ്ടാവും. അയ്യോ. അല്ലോ അബൂബക്കറേ. അബു ഇല്ലേ? എന്തിനാ ഇനി അടി ഉണ്ടാക്കാൻ പോണോ? ഇല്ല. എന്റെ മക്കളെ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടന്നൂടെ? ശരി, അതുപോട്ടെ. എന്റെ ഇളയാപ്പ വന്നു. ഇളയാപ്പയോ? ആര്? അബ്ദുള്ളയോ? അയാൾ മരിച്ചുപോയില്ലേ? ഇല്ല. മരിച്ചുപോയി? ആര്? ആരും ചത്തുപോയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ? അലാവുദ്ദീന്റെ ഇളയാപ്പ വന്നിരിക്കുന്നു. എളാപ്പയോ? മരിച്ചുപോയി അബ്ദുള്ള? ഏയ്, മരിച്ചുപോയിട്ടില്ല. ഞാൻ ഇളയാപ്പയോട് തന്നെ ചോദിച്ചു. വലിയ പണക്കാരനായിട്ട് തിരിച്ചു വന്നിരിക്കുക. നീ എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇതൊക്കെ കൊണ്ടുവന്നത് എളാപ്പയാ. എളാമയുണ്ട്. അള്ളാഹുവിന്റെ ഒരേ കുതിരത്ത്.